തൃക്കാക്കര KMM കോളേജിലെ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് നിർത്തിവച്ച NCC ക്യാമ്പ് തുടരാൻ സാധ്യത. ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനമാകും. 90-ലധികം കുട്ടികൾക്ക് വിഷബാധ ഉണ്ടായിരുന്നു. ഇതിൽ 13 പേർ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ നില ഗുരുതരമല്ല. അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. KMM കോളേജിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന NCC ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം 90-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് പ്രശ്നമുണ്ടായത്. ഇതിനുശേഷം കുട്ടികളെല്ലാവരും തന്നെ കുട്ടികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രധാനമായും മെഡിക്കൽ കോളേജിലാണ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചത്. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നതിൽ നിലവിൽ വ്യക്തതയില്ല. ഈ കുട്ടികളുടെ നില വളരെ ഗുരുതരമാണ് എന്ന് പറയാൻ സാധിക്കില്ല. നിലവിൽ 12 കുട്ടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒപ്പം ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. പക്ഷേ അവരുടെ നിലയും ഗുരുതരമല്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും ക്യാമ്പ് തുടരും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു തീരുമാനം, ഒരു വ്യക്തത വരിക. നിരവധി വിദ്യാർത്ഥികൾ ഈ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഈ ക്യാമ്പ് അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങി. പക്ഷേ പലരും ഇവിടെ തുടരുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് NCC BC സർട്ടിഫിക്കറ്റുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, അത് ലഭിക്കണമെങ്കിൽ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്യണം. അതുമൂലമാണ് പ്രധാനമായും കുട്ടികൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ക്യാമ്പ് തുടരണമോ എന്ന കാര്യത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി ഒരു തീരുമാനമുണ്ടാകും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല DMO ഈ വിഷയത്തിൽ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. അതിന്റെ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.